ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. അതിർത്തി നിർണയത്തിന് പരിഹാരം കാണുവാൻ വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും. ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. അതിർത്തി നിർണയത്തിന് പരിഹാരം കാണാൻ വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുവാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. 3 നിയുക്ത വ്യാപാര കേന്ദ്രങ്ങൾ വഴിയാകും അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുക. ലിപുലേഖ് പാസ്, ഷിപ്കി ലാ പാസ്, നാഥുല പാസ് എന്നിവിടങ്ങൾ വഴിയാകും അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കും. വിനോദസഞ്ചാരികൾ, ബിസിനസ്സുകൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്കുള്ള വിസ സുഗമമാക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരങ്ങളും നിക്ഷേപങ്ങളും സുഗമമാക്കുവാനും തീരുമാനമായി. ഓട്ടോറിക്ഷ മറിഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. തിരുവനന്തപുരം ചെറുന്നിയൂരിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വർക്കല സ്വദേശി സാവിത്രിയമ്മ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 തൊഴിലുറപ്പ് തൊഴിലാളികളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എതിർദിശയിൽ നിന്നും വന്ന ഒരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് വടക്കന്തറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ ഉപേക്ഷിച്ച ബോൾ രൂപത്തിലുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. പന്നിപ്പടക്കമാണ് എന്നാണ് സംശയം. കുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബിൽ സംഘപരിവാറിന്റെ കുതന്ത്രം, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിൽ ബിജെപി ഇതര സർക്കാരുകളെ വേട്ടയാടുവാനുള്ള സംഘപരിവാറിന്റെ കുതന്ത്രം. ബിജെപിയുടെ പകപോക്കൽ, വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ച. ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്തു വരണമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളിൽ നിന്നാകെ ഉയരണമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പകപോക്കൽ, വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ബില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കി സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം നേരത്തെ തന്നെയുണ്ട്. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്ന മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ദീർഘകാലം ജയിലിൽ അടച്ചിരുന്നു. എന്നാൽ അവർ രാജിവെക്കാതെ ഇരുന്നതിലുള്ള നൈരാശ്യമാണ് തിടുക്കപ്പെട്ട് 130ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കേരള സ്കൂൾ ഒളിമ്പിക്സ് കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ്. സ്കൂൾ ഒളിമ്പിക്സിന് കലോത്സവ മാതൃകയിൽ ഇത്തവണ മുതൽ സ്വർണ്ണക്കപ്പ് നൽകും. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് മുന്നിലെത്തുന്ന ജില്ലയ്ക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് സംസ്ഥാന സ്കൂൾ കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ മാറ്റിയത്. ഇത്തവണ തിരുവനന്തപുരത്താണ് സ്കൂൾ ഒളിമ്പിക്സ്. ഇതിന് മുന്നോടിയായി ചേർന്ന സംഘാടക സമിതി യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. സ്വർണ്ണക്കപ്പിന്റെ മാതൃക, അളവ് തുടങ്ങിയവ പിന്നീട് തീരുമാനിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആക്രമണം, ഭീരുത്വം. ജനങ്ങൾക്കിടയിലേക്ക് വളരെ വേഗം ഇറങ്ങും ഡൽഹി മുഖ്യമന്ത്രി. ഔദ്യോഗിക വസതിയിൽ തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ആക്രമണം ഭീരുത്വമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. ജനസമ്പർക്ക പരിപാടി തുടരുമെന്നും മുമ്പത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആക്രമണശേഷം ഞെട്ടിപ്പോയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ വേഗം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും പൊതുജനങ്ങളെ സേവിക്കുവാനുള്ള തന്റെ ദൃഢനിശ്ചയത്തെയും തകർക്കില്ലെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത വ്യക്തമാക്കി. എല്ലാ ആഴ്ചയിലും മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന ജൻ സുൽവായ് എന്ന സമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. അക്രമിയെ പോലീസ് പിടികൂടിയിരുന്നു. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. വീടിനുള്ളിൽ കയറിയ ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതും കൈകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു.
പിടിവലിക്കിടയിൽ രേഖ ഗുപ്ത നിലത്ത് വീഴുകയും ചെയ്തു. അക്രമി രാജേഷ് ഖിംജി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കുവാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നുവെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത മറ്റൊരു പരിപാടിയിലും ഇയാൾ എത്തിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കേസ് ഡയറി സത്യം തേടിയുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ നാളെ മുതൽ തിയേറ്ററുകളിലേക്ക്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസർ നിർമ്മിച്ച് ദിലീപ് നാരായണൻ സംവിധാനം ചെയ്ത പുതിയ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ കേസ് ഡയറി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഒരു കൊലപാതക കേസിലെ ദുരൂഹതകൾ അഴിക്കുന്നതിനൊപ്പം സ്വന്തം ജീവിതത്തിലെ സത്യങ്ങളും തേടിയുള്ള ഒരു ഇൻസ്പെക്ടറുടെ പോരാട്ടമാണ് ഈ ചിത്രം. ഈ സിനിമയിലെ നായകനായ ഇൻസ്പെക്ടർ ക്രിസ്റ്റി സാം വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. തന്റെ സഹോദരന്റെ ദുരൂഹ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുവാനുള്ള ദൃഢനിശ്ചയവും അയാൾക്കുണ്ട്. അച്ചു വധക്കേസ് അന്വേഷിക്കുന്നതിനിടെ നേരിടുന്ന ഓരോ വെല്ലുവിളികളും ക്രിസ്റ്റിയെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില നിഗൂഢതകളിലേക്ക് കൂടി നയിക്കുന്നു. ട്രെയിലറിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രം ആകാംക്ഷ നിറഞ്ഞ കഥാഗതിയും സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കും എന്നാണ് പ്രതീക്ഷ. രശ്മിക മന്ദാന ആയുഷ്മാൻ ഖുറാന വാമ്പയർ പ്രണയകഥ തമ ടീസർ പുറത്തിറങ്ങി. മാഡോക് ഫിലിംസിന്റെ ഹൊറർ കോമഡി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമായ തമയുടെ ടീസർ പുറത്തിറങ്ങി. രശ്മിക മന്ദാന, ആയുഷ്മാൻ ഖുറാന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഹൊറർ ജോണറിൽ ഒരു പുതിയ അനുഭവം നൽകും എന്നാണ് സൂചന. ടീസറിലെ ദൃശ്യങ്ങൾ ഒരു വാമ്പയർ കഥയാണ് ചിത്രം പറയുന്നത് എന്നതിന്റെ സൂചന നൽകുന്നു. മാഡോക് യൂണിവേഴ്സിലെ 5ാമത്തെ ചിത്രമാണ് തമ. ഇതിനു മുൻപ് പുറത്തിറങ്ങിയ സ്ത്രീ, ബേട്ടിയ, മുൻച്യ, സ്ത്രീ 2 എന്നീ ചിത്രങ്ങൾ വലിയ വിജയം നേടിയിരുന്നു. ഇതിൽ സ്ത്രീ 2 വെറും 10 ദിവസം കൊണ്ട് 500 കോടി ക്ലബിൽ ഇടം നേടിയത് വലിയ നേട്ടമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.